Have you ever seen like this spot in Tamil Nadu? ഇത് തമിഴ്നാട്ടിലെ ഒരു ഫിഷിംഗ് ഹാർബർ ബോട്ട് കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു ബോട്ടാണ്. ഇതാണ് അവിടുത്തെ 360 വ്യൂ കാര്യങ്ങളെല്ലാം. അത് പഴയ ഒരു ഡ്രീം റൂട്ട് ആൻഡ് റൈഡായിരുന്നു കോസ്റ്റൽ റൂട്ട് ഓഫ് തമിഴ്നാട് കവർ ചെയ്യാന്നുള്ളത്. എല്ലാവരും കോസ്റ്റൽ റൂട്ട് ഞാൻ ഫസ്റ്റ് കേൾക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു കോസ്റ്റൽ റൈഡ് ഉണ്ടായിരുന്നു, കന്യാകുമാരി സമുദ്രം. അത് കുറച്ച് ബാക്ക് 2016, 17, 18 അത് ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് ഇയർ ഓർക്കും. സ്റ്റാർട്ടിങ് ഫ്രം മുംബൈ ആൻഡ് അത് റൈഡിങ് ടുവേർഡ്സ് ഗോവ, മുരുടേശ്വർ, ഗോകർണ ആൻഡ് ടുവേർഡ്സ് അതേ സെയിം ഇത് അടുത്ത വേറൊരു കോസ്റ്റൽ ഏരിയയിൽ തമിഴ്നാട്ടിൽ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാകും. അങ്ങനെ തമിഴ്നാട് കോസ്റ്റൽ റൈഡ് ഒരു പ്രാവശ്യം പ്ലാൻ ചെയ്തു. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഫീലറായി. അതിന്ന് ഹിച്ചേക്ക് ആയിട്ടാണ് ഈ റൂട്ട് കാര്യങ്ങളെല്ലാം കവർ ചെയ്തത്. ഇപ്പോൾ തിരിച്ച് ബാക്ക് ഓൺ മോട്ടോർ സൈക്കിളിൽ ചെയ്യാണ്. ഇപ്പോൾ ഉള്ളത് പറങ്കിപ്പേട്ട എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത്. ഇവിടുത്തെ പോർട്ട് ആൻഡ് ഹാർബറിലാണുള്ളത്. ഇവിടുത്തെ ചെറിയൊരു ഫസ്റ്റ് ടൈമാണ് ഫ്രം ആഫ്റ്റർ ക്രോസിംഗ് പോണ്ടിച്ചേരി ഒരു ബോട്ട് കാര്യം ടോട്ടലി ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കാണുന്നത് ഫിഷിംഗ് നോന്ന ബോട്ട് കാര്യങ്ങളൊക്കെയാണ്. ഈ ഫിഷിംഗ് നോന്ന ബോട്ടിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു വ്യൂ കാര്യങ്ങളാണ്. ഇത് ഞാൻ ഇപ്പോഴാണ് ഇത്രയും ഒരു ക്ലോസസ്റ്റിൽ കാണുന്നത്. അവിടെയാണ് നമ്മുടെ കൺട്രോളിങ് യൂണിറ്റ് കാര്യങ്ങളെല്ലാം, അതായത് ലോക്ക് ചെയ്തിട്ടാണ് പോയേക്കണേ. ഇവിടെ എന്തോ ഒരു മോട്ടർ ബോക്സ് കാര്യങ്ങളെല്ലാം റൊട്ടേറ്റ് ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. അതിൻ്റെ മുകളിൽ കുറേ നെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ നമ്മുടെ ഇന്ത്യയുടെ 2-3 ഫ്ലാഗ്സ്, കുറേ ലേറ്റ്സ് ലേറ്റെല്ലാം അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേ നമ്മുടെ ഈ ബക്കറ്റ്സിൻ്റെ ഒക്കെ ഇത് വെച്ച് കട്ട് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി അറിയില്ല, ബ്രഷസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പല കളറിലുള്ള ബ്രഷ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോങ് പോകുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണെന്ന് തോന്നുന്നു ടെക്നിക്സ് കാര്യങ്ങളെല്ലാം ഇവരുടെ.